അപ്പോൾ മോർഗൻ റോജേഴ്സ് ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ്, ഇത് ഈ വർഷത്തെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും മോർഗൻ റോജേഴ്സ് പൊതുവെ പിച്ചിലുടനീളം ആടി ഓടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം പന്ത് ക്യാരി ചെയ്യുന്ന പ്ലെയറാണല്ലോ. ഇനി ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചുള്ളത് മോർഗൻ റോജേഴ്സ് ആണ് കേട്ടോ. ഈ വർഷം നോക്കുകയാണെങ്കിൽ ബ്രൂണോനെക്കാട്ടും കൂടുതൽ മോർഗൻ റോജേഴ്സ് കളിച്ചിട്ടുണ്ട്. കാരണം ബ്രൂണോ പ്രാവശ്യം ഇഞ്ചോർഡ് ആയതുകൊണ്ടായിരിക്കും. അറ്റാക്കിംഗ് ഫേസിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ ഔട്ട്പുട്ട്സ് ആണ്. ഏകദേശം 8 ഗോള് പരസ്പരം അവർ തമ്മിൽ അടിച്ചിട്ടുണ്ട്. 8 ഗോള് മോർഗൻ, 8 ഗോള് ബ്രൂണോ. അതിൻ്റെ കൂടെ തന്നെ എക്സ്പെക്റ്റഡ് ഗോൾസ് ബ്രൂണോയ്ക്ക് 10 ഉണ്ട്. എക്സ്പെക്റ്റഡ് ഗോൾസ് ഇവിടെ കണ്ടോ, ഇവൻ 5.8 ഉള്ളൂ. ഈ ഒരു സംഭവം എന്താ അറിയോ, ആക്ച്വലി 5.8 എക്സ്പെക്റ്റഡ് ഗോൾസിൽ നിന്ന് അവൻ 8 ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ക്ലിനിക്കൽ ഫിനിഷർ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സംഭവം. അതിൻ്റെ കൂടെ തന്നെ ഷോട്ട്സ് ഓൺ ടാർഗറ്റും ആക്ച്വലി മോർഗൻ റോജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അസിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രീമിയർ ലീഗിൽ തന്നെ യുണൈറ്റഡിൽ കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസിനെ വെല്ലാൻ ഒരു വേറെ പ്ലെയർ ഇല്ല. അതുകൊണ്ട് മോർഗൻ റോജേഴ്സ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മച്ചാൻ കൊണ്ടുപോയി ബ്രൂണോ ഫെർണാണ്ടസ്. ഡിഫൻസിലോട്ട് വരാം. തീർച്ചയായിട്ടും ഡിഫൻസീവ് കേപ്പബിലിറ്റി നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്കീമിൽ ശരിയാണ് ബ്രൂണോ ഫെർണാണ്ടസ് നന്നായിട്ട് ഡിഫൻസീവ് കേപ്പബിലിറ്റി കാഴ്ചവെക്കുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഇവനും ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഗ്രൗണ്ട് ഡ്യുവൽസ് നോക്കുകയാണെങ്കിലും ഏരിയൽ ഡ്യുവൽസ് നോക്കുകയാണെങ്കിലും ബ്രൂണോനെക്കാട്ടും കൂടുതൽ വിൻ ചെയ്യുന്നതും സക്സസ്ഫുൾ ഡ്രിബിൾസ് നോക്കുകയാണെങ്കിലും ബ്രൂണോനെക്കാട്ടും കൂടുതൽ ഉള്ളതും മോർഗൻ റോജേഴ്സാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോർഗൻ റോജേഴ്സ് ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സർപ്രൈസ്ഡ് ആവില്ല. കാരണം സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ആക്ച്വലി മോർഗൻ റോജേഴ്സിന്, ഞാൻ പറഞ്ഞ ബ്രൂണോൻ്റെ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രൂണോൻ്റെ അതേ നമ്പേഴ്സ് എല്ലാ സീസണിലും കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇനിയോസ് ട്രൈ ചെയ്യുന്നത് ഒരു ബ്രൂണോൻ്റെ സക്സസറായിട്ട് മോർഗൻ റോജേഴ്സിനെ കൊണ്ടുവരാനാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റ്സിലോട്ട് പോകാം. ഒരു മിനിറ്റ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് ബ്രൂണോനെ എനിക്ക് മുന്നിൽ. കാരണം ബ്രൂണോനെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു ചെങ്ങായി വേറെ ജിന്നാണത്. യെസ്, ഇത് കഴിഞ്ഞ വർഷം സ്റ്റാറ്റാണ് 2024-25. 8 ഗോളുകൾ. എക്സ്പെക്റ്റഡ് ഗോൾസ് ആണെങ്കിലും ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണിലും ചെറിയ എക്സ്പെക്റ്റഡ് ഗോൾസ് അതിനേക്കാളും കൂടുതൽ ഗോൾ അടിക്കുന്നുണ്ട് ചെങ്ങായി. നോക്കിയേ, ബ്രൂണോയ്ക്ക് ഇവിടെ 9.95 എക്സ്പെക്റ്റഡ് ഗോൾസാണ് ബ്രൂണോ 8 ഗോൾ അടിക്കുന്നത്. പക്ഷേ ഇവൻ 6.5 നിന്ന് 8 ഗോൾ അടിക്കുന്നുണ്ട്. സോ ഈസ് എ വെരി ക്ലിനിക്കൽ ഫിനിഷർ. അതാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം ബ്രൂണോയും മോർഗൻ റോജേഴ്സും ഒരേ ലെവലിലാണ് അസിസ്റ്റുകൾ കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റ് പെർ ഗെയിം നോക്കുകയാണെങ്കിലും ഒരേ ഇതിലാണ് രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് കഴിഞ്ഞ വർഷം രണ്ടുപേരും ഈക്വലായിരുന്നു. പിന്നെ ഡിഫെൻസീവ്ലി ബ്രൂണോ ബെറ്ററാണ്. കഴിഞ്ഞ വർഷത്തെ സത്യം പറഞ്ഞാൽ മോർഗൻ റോജേഴ്സിനോടും കൂടുതൽ ബ്രൂണോ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തത് മോർഗൻ റോജേഴ്സാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഇമ്പ്രൂവ്മെൻറ്റ് മോർഗൻ റോജേഴ്സിൻ്റെ ഓവറോൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ഇവനെ വാങ്ങണ്ടെന്നല്ല, പക്ഷേ മേടിച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ ഫുട്ബോളറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി മിഡ്ഫീൽഡാണ്. ഇനി അതിലോട്ടാണ് ഞാൻ നെക്സ്റ്റ് വരുന്നത്, മിഡ്ഫീൽഡ് ടാർഗറ്റ്സ്. ഞാനൊരു കാര്യം പറയാം, ഓപ്പണായിട്ട് പറയാം. നമ്മൾ ബലേവനെ മിക്കവാറും മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും സൈൻ ചെയ്യും. ഇന്ന് ഏപ്രിൽ 10 7:30 മണി ദുബായ് ടൈം. ഞാനിവിടെ പ്രെഡിക്റ്റ് ചെയ്യാണ് ബലേബനെ നമ്മൾ മിക്കവാറും ജൂൺ ഫസ്റ്റ് വീക്ക് സൈൻ ചെയ്യും. നമ്മൾ കഴിഞ്ഞ വർഷം കുനിയനെ സൈൻ ചെയ്ത പോലെ. ഇതെൻ്റെ പ്രഡിക്ഷനാണ്.